കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെ അണിനിരത്തിക്കൊണ്ടാണ് വിശ്വാസ സംരക്ഷണ യാത്ര. എല്ലാ കഷ്ടപ്പാടും വിശ്വാസികൾക്ക് വേണ്ടി മാത്രമാണ്. ഞങ്ങള് ഇതിനെ രാഷ്ട്രീയമായിട്ട് കൂട്ടിക്കുഴയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം വിശ്വാസ സംരക്ഷണം എന്നുള്ളത് കോൺഗ്രസ് അന്നും ഇന്നും സ്വീകരിച്ചിട്ടുള്ള നയമാണ്. അതാണ് ഇവിടെ ചിലർ പറഞ്ഞിടക്കുന്നുണ്ട്, ഇതൊക്കെ കോൺഗ്രസിന്റെ അടവാണ്, അടുത്ത തവണ ഭരണം പിടിക്കാനുള്ള ഒരു തത്രപ്പാടാണെന്നൊക്കെ. പക്ഷെ അങ്ങനെയൊന്നല്ല കേട്ടോ. ഹേയ് ചേച്ചേ, ഇപ്പൊ ഇവരുടെ മനസ്സിലും അയ്യപ്പ മാത്രമേ ഉള്ളൂ. ഭക്തജനങ്ങൾക്ക് ഏറ്റ മുറിവ് അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ നടത്തുന്നത്. അല്ലാതെ അസംബ്ലി ഇലക്ഷനിലും പഞ്ചായത്ത് ഇലക്ഷനിലും ജനങ്ങൾ വിധി എഴുതട്ടെ കാര്യങ്ങളൊക്കെ നോക്കിയതിനു ശേഷം ഞങ്ങളെ അത് ബാധിക്കുന്ന വിഷയം. പച്ചവെള്ളം ചവച്ചു കുടിക്കണം പഞ്ചപാവം. വിശ്വാസ സംരക്ഷണ യാത്ര കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്തു. പക്ഷെ അതിൽ സ്കോർ ചെയ്തത് ഇന്നത്തെ മൂവാറ്റുപുഴയിലുണ്ടായ വിശ്വാസ സംരക്ഷണ യാത്ര ഉണ്ടാ. ഒന്ന് കാണണമായിരുന്നു, ഭക്തി വഴിഞ്ഞു ഒഴുകായിരുന്നില്ലേ. Before saying anything, I would like to pray, Lord Ayappa, Swamiye Sharanam Ayappa. മാമിയോടൊന്നും തോന്നല്ലേ, ഭക്തിയാണേ ഭക്തി. ഈ ജാഥ കേരളത്തിലെ വിശ്വാസികളുടെ വേദന ഏറ്റെടുക്കുന്ന ഒരു യാത്രയാണ്. പിന്നെ അത് രാഷ്ട്രീയമൊന്നും നമ്മൾ കാണുന്നില്ല. ഇവന്മാരിത് എന്താണ് പറഞ്ഞു തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത്, ഈ ജാതിയിലെ രാഷ്ട്രീയല്ലേ, ഈ ജാതിയിലെ രാഷ്ട്രീയല്ലേ എന്ന്. വിശ്വാസ സംരക്ഷണ ജാഥ എല്ലാവർക്കും വിശ്വാസമാവുന്നുണ്ടല്ലോ അല്ലേ. 2026 ഈ സർക്കാർ നിലം പതിക്കും, അതിന്റെ തുടക്കമാണ് ഈ യാത്ര എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വിശ്വാസ സംരക്ഷണ ജാഥയില് രാഷ്ട്രീയമില്ല കേട്ടോ. പക്ഷെ പിണറായി സർക്കാരിനെ ഞങ്ങൾ താഴെ ഇറക്കുന്നു. രാഷ്ട്രീയമില്ല കേട്ടോ, രാഷ്ട്രീയമില്ല. Swamiye Sharanam Ayappa. ദീപാദാസ് മുൻഷി ഉള്ളു തട്ടി ശരണം വിളിച്ചതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണെന്ന് തോന്നുന്നു. അപ്പോഴത്തേക്കും പരിപാടിയുടെ സ്റ്റേജ് താണ്ട് കിടക്കണു. ആ ഇടിഞ്ഞു പൊളിഞ്ഞു താവിട് പൊടിയായില്ലേ. എന്ത് വിധീത് വല്ലാത്ത ചതീത് പിന്നീന്നൊരടിയത്. ഇത്തരമൊരു ജാഥ നടത്താൻ ശക്തിയുള്ള പ്രസ്ഥാനം, ഇത്തരമൊരു ജാഥ നടത്താൻ കഴിവുള്ള പ്രസ്ഥാനം, ഇത്തരമൊരു ജാഥ നടത്താൻ തീരുമാനിക്കാൻ ശക്തിയുള്ള ഒരു പ്രസ്ഥാനം അടിവരയിട്ട് പറയുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമാണ്. കറക്റ്റ്. വേഗ പട്ടിക്കും തുണിയൊക്കെ വാരിക്കൂട്ടി സ്റ്റേജ് ഇട്ട് നേതാക്കന്മാർക്ക് ശരണം വിളിക്കേണ്ടതാ. നമ്മുടെ പരിപാടി കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ നടത്തും. ഇപ്പൊ ആ പന്തലിന്റെ കാര്യങ്ങളെല്ലാം എടുത്തു മാറ്റിയിട്ടുണ്ട്. പരിപാടി നടക്കും, സമയത്ത് തന്നെ നടക്കും. വേറെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ പിന്നെയും സ്റ്റേജ് കെട്ടി ഷിയാസേട്ടൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങകലെ ഒരു മുദ്രാവാക്യം വിളി. ശരണം വിളിക്ക് പകരം മുദ്രാവാക്യം വിളിയോ? ആരാത്? അതാ വരുന്നു അബിൻ ചേട്ടായി. പ്രവർത്തകര് തോളിലേറ്റിട്ടാണ് അബിൻ ചേട്ടായിനെ കൊണ്ടുവരുന്നത്. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം, പണ്ടത്തെ സന്തോഷമൊന്നും ആ മുഖത്തില്ല. പാവം പാവൻ ഇപ്പൊ എവിടെ പോയിട്ട് ഇരിക്കുക. അല്ല, ആസ് യൂഷ്വൽ പുറത്തുള്ളതിനേക്കാളും കൂടുതൽ ആൾക്കാർ സ്റ്റേജിലുണ്ടല്ലോ. ഭാഗ്യം, അറ്റത്തൊരു സീറ്റ് ഉണ്ടായിരുന്നു. എന്നാലും പരിപാടിക്ക് മുന്നേ സ്റ്റേജ് തകർന്നത് നാണക്കേടായല്ലോ. ഇത്ര അധികം ആൾക്കാർക്ക് ഇരിക്കേണ്ട സ്റ്റേജ് ആയിരുന്നില്ലേ. ഈ മഴയുടെ ഒരു വരവ് കൊണ്ടാണ് രാവിലെ നടക്കുന്ന ഈ പന്തലൊക്കെ ഇട്ടത്. വാക്കുപോലും ഈ വിഷയത്തിൽ പറയാനില്ല. ഞാൻ പറയാനുള്ള സാരില്ല. തെരഞ്ഞെടുപ്പ് എടുക്കാറായ സമയത്തുള്ള വിശ്വാസികൾക്ക് വേണ്ടിയുള്ള ഈ സംരക്ഷണ ജാഥയുടെ സമയത്ത് അബിൻ ചേട്ടായിയുടെ സങ്കടമൊക്കെ ആര് കാണാനാണ്. എന്തായാലും വിശ്വാസികൾക്ക് വേണ്ടി അവിടെ കുറെ പേര് തൊണ്ട പൊട്ടി ശരണം വിളിക്കണ്ടല്ലോ. അതേ കൂടെ നിങ്ങൾക്ക് അടുത്ത ഭരണം കിട്ടുമെന്നും അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും റോൾ ഉണ്ടാവുമെന്നും നമുക്ക് നോക്കാം. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. വിശ്വാസം അതല്ലേ എല്ലാം.